ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ദി ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഡോക്ടേഴ്സ് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന എഗ് ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ്. ഈ ഒരു കാര്യം നമ്മൾ പീരിയഡ്സിൻ്റെ ഒരു സെക്കൻഡ് ഡേ അല്ലെങ്കിൽ തേർഡ് ഡേ മുതൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു സമയത്ത് നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് അത് ഒരുപാട് സഹായിക്കും. പീരിയഡ്സിൻ്റെ സെക്കൻഡ് ഡേ അല്ലെങ്കിൽ തേർഡ് ഡേ മുതലാണ് ആ ഒരു ഓവുലേഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ഫോളിക്കിൾസ് തയ്യാറായി മുൻപോട്ട് വരുന്നത്. ആ ഫോളിക്കിൾസ് വളരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ എഗ്ഗിൻ്റെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഇവിടെ ഞാൻ സംസാരിക്കുന്നത് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് വാക്കിങ്ങിനെ പറ്റിയിട്ടാണ്. വാക്കിംഗ് എന്ന് കേൾക്കുമ്പോഴേക്കും പലരും തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ചെറിയൊരു നടത്തം കൊണ്ട് നമ്മൾ എന്ത് നേടാനാണ് എന്നുള്ളതിനെ പറ്റിയിട്ട്. ഒരുപാട് വെയിറ്റ് ലോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ കൈയൊക്കെ വീശിയിട്ട് രാവിലേക്ക് എഴുന്നേറ്റ് നടക്കുന്നത് നമ്മൾ കാണാറില്ലേ? അതുപോലെ തന്നെ നമ്മളിങ്ങനെ നടക്കുന്നത് മൂലം നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനും ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോർമലി നടക്കുന്നതും അതുപോലെ തന്നെ ഒരു വാക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നടക്കുന്നതും വ്യത്യാസമാണ്. അതായത് ഇപ്പോൾ നോർമലി ഒരു വീട്ടമ്മ കിച്ചണിൽ നിന്ന് ഡൈനിങ് ടേബിളിലോട്ട്, കുഞ്ഞുങ്ങളുടെ അടുത്തോട്ട്, ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ഒരു വീട്ടമ്മ നടക്കുന്നുണ്ട്. പക്ഷേ ആ നടക്കുന്നത് നമ്മൾ ഭയങ്കര റഷായിട്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൈവീശിയിട്ട് ഭയങ്കരമായിട്ട് കിതക്കുന്ന രീതിക്കായിരിക്കില്ല നമ്മൾ നടക്കുന്നത്. നോർമലി ചിലപ്പോൾ ഒരു ചെറിയൊരു സ്പീഡും കൂടി ഈ ഒരു നടത്തത്തിന് ഉണ്ടാകും. പക്ഷേ നമ്മൾ പുറത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ വാക്കിങ്ങിന് വേണ്ടിയിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വാക്കിംഗ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വീടിന് അകത്തോ അല്ലെങ്കിൽ ടെറസിലോ നമ്മൾ വാക്കിംഗ് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മുടെ കൈയൊക്കെ നല്ലപോലെ ഒന്ന് വീശി നമ്മൾ കിതയ്ക്കുന്ന രീതിക്കായിരിക്കും നമ്മൾ വാക്കിംഗ് ചെയ്യുന്നത്. ഇങ്ങനെ കിതയ്ക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഓക്സിജൻ കൂടുതലായിട്ട് വേണ്ടി വരും. നമ്മൾ ശ്വസനം കുറച്ചും കൂടി ഒന്ന് ഫാസ്റ്റ് ആകും. ഇങ്ങനെ നമ്മൾ ബ്രീത്ത് എടുക്കുന്ന ആ ഒരു സമയത്ത്, നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്ന ആ ഒരു സമയത്ത് കൂടുതൽ ഓക്സിജൻ സപ്ലൈ നമ്മുടെ ആ ഒരു ഇൻഹെയിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നു. ഇങ്ങനെ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്ന ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ആ ഒരു പ്രവർത്തനം വഴി നമ്മുടെ ശരീരത്തിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനിൽ മൊത്തം ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് കൂടിക്കലരുന്നതിനും ഇതുമൂലം നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. നമ്മളുടെ ബ്ലഡിലൂടെ എത്തുന്ന ഓക്സിജൻ സപ്ലൈ മൂലം നമ്മുടെ എഗ്ഗിൻ്റെ ഗ്രോത്ത് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കഴിവ്, എഗ്ഗിൻ്റെ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് നമ്മുടെ 2 ഓവറീസിനും ലഭിക്കുന്നു. ഈ 2 ഓവറീസിനും എഗ്ഗ് ഗ്രോത്ത് കൂടുതലായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമ്പോഴേക്കും ഇത് എഗ്ഗിൻ്റെ വളർച്ച മാത്രമല്ല, എഗ്ഗിൻ്റെ ക്വാളിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നതിനായിട്ട് ഒരുപാട് സഹായിക്കും. കാരണം ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഈ ഒരു വാക്കിംഗ് ചെയ്യുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് ആ ഒരു ബ്ലഡായിട്ടൊരു കിതയ്ക്കാത്ത രീതിക്ക് നടക്കുന്നതും അതുപോലെ നമ്മൾ കിതച്ച് നടക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള വാക്കിംഗ് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടറെ കാണാൻ പോയപ്പോഴേക്കും ആ ഒരു ഡോക്ടർ ഈ കുട്ടിക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ വെയിറ്റ് ലോസ്, നമ്മൾ ഡയറ്റ് ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, എനിക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഇപ്പോൾ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പോകാനായിട്ട് പറ്റുന്നില്ല, അതുപോലെ തന്നെ ഇപ്പോൾ എക്സസൈസുകൾ ചെയ്യാനാണെങ്കിൽ കൊണ്ട് അതും പറ്റുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞാണ്, എങ്കിൽ നിങ്ങൾ വാക്കിംഗ് ചെയ്യൂ. കാരണം ഒരുപാട് നമ്മൾ ഇതിലോട്ട് എഫേർട്ട് കൊടുക്കണ്ട. കാരണം ഇപ്പോൾ നമ്മൾ എക്സസൈസുകളാണെങ്കിൽ പഠിച്ച് നമ്മൾ ചെയ്യേണ്ടി വരുന്നില്ല, അല്ലെങ്കിൽ വീഡിയോസ് കണ്ടിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും. അങ്ങനെയുള്ളവരിപ്പോൾ വാക്കിംഗ് ശീലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് നമ്മളൊരു എഫേർട്ട് അതിന് കൊടുക്കുന്നില്ല. നമ്മൾ നടക്കുന്നതിനേക്കാളും കുറച്ചും കൂടി, നമ്മൾ നോർമലി നടക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സ്പീഡിൽ നമ്മൾ നടക്കുന്നു. ആ ഒരു കാര്യം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് ഈ കുട്ടിക്ക് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് അവൾ പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാക്കിംഗ് ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് പേർക്ക് അത് ഇൻഫോർമേറ്റീവ് ആകും. കാരണം നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് പേര് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. എഗ്ഗിന് ക്വാളിറ്റി കുറവുള്ളത് കൊണ്ട് പ്രഗ്നൻ്റ് ആകാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ എഗ്ഗിന് ഗ്രോത്ത് മാത്രമല്ല, അതായത് ആ ഒരു 80 to 20 mm സൈസ്, ആ ഒരു ഗ്രോത്ത് മാത്രമല്ല, എഗ്ഗിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ക്രോമസോമലായിട്ടുള്ള എല്ലാ ക്വാളിറ്റിയും ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ വാക്കിംഗ് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ റൂമിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഒരു ഹോളിൽ നിന്ന് നിങ്ങളുടെ ബെഡ്റൂമിലോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ടെറസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മുറ്റത്തോ നിങ്ങൾക്ക് വാക്കിംഗ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയൊന്നും വാക്കിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സൗകര്യം ഇല്ലെങ്കിൽ, കഴിഞ്ഞ ദിവസം ഞാൻ ചാനലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു 8 വാക്കിങ്ങിനെ പറ്റിയിട്ട്. 2 ഒബ്ജക്ട്സ് ഏതെങ്കിലും എടുത്ത് നടുക്ക് വെച്ചിട്ട് നമ്മൾ ഒരു 8ൻ്റെ ഷേപ്പിൽ നമ്മൾ നടക്കുന്നതിനെയാണ് 8 വാക്കിംഗ് എന്ന് പറയുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും അതുപോലെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും നിങ്ങൾക്ക് ഈ വാക്കിംഗ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പെൽവിക്കിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ പെൽവിക്കിൻ്റെ ഭാഗം ഏറ്റവും കൂടുതൽ ആയാസപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് 8 വാക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു 8 വാക്കിംഗ് ചെയ്യുന്നത് മൂലം നമ്മുടെ ആ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്
ഹെൽത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നു. അതായത് നമ്മുടെ ആ ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ്, നമ്മുടെ ഓവറി, നമ്മുടെ യൂട്രസ്, നമ്മുടെ സെർവിക്സ്, ഈ ഓരോ ഭാഗത്തേക്കും കൂടുതലായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് ഈ ഒരു 8 വാക്കിംഗ് സഹായിക്കുന്നു. നിങ്ങൾക്ക് വേറെ തരത്തിലുള്ള വാക്കിംഗ് ചെയ്യാനായിട്ട്, നോർമൽ വാക്കിംഗ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ 8 വാക്കിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ചേച്ചി ഞാൻ രാവിലെ മുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോ കാര്യങ്ങൾ വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നടക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ഓടി നടന്ന് ഇങ്ങനെ പണികളൊക്കെ എടുക്കുന്നുണ്ട്, ഇത് അതിൽ പെടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ നോർമലി നടക്കുന്നതും നമ്മൾ ആയാസപ്പെട്ട് കൈയൊക്കെ അനക്കി നമ്മൾ അതിന് വേണ്ടിയിട്ട് വാക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വാക്കിംഗ് ചെയ്യുന്നതും വ്യത്യാസമാണ്. അങ്ങനെയുള്ള രീതിക്ക് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വാക്കിംഗ് നമ്മുടെ പീരിയഡ്സിൻ്റെ 2nd ഡേ മുതൽ നിങ്ങൾ ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്തോളൂ, നെക്സ്റ്റ് പീരിയഡ് ഡേറ്റ് വരെ നിങ്ങൾ ചെയ്തോളൂ. കാരണം ഈ വാക്കിംഗ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും മിസ്കാരേജ് ഉണ്ടാവില്ല, നിങ്ങൾക്ക് പ്രഗ്നൻസി സക്സസ്ഫുൾ ആവുകയും ചെയ്യും. ഇനി ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ വാക്കിംഗ് ചെയ്ത് കഴിഞ്ഞാലും ഇതുമൂലം നമ്മുടെ ശരീരത്തിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് ഇത് ഒരുപാട് സഹായിക്കും. പിന്നെ വാക്കിംഗ് ചെയ്യാനായിട്ട് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് കിതച്ച് പോകുന്ന തരത്തിലുള്ള വാക്കിംഗ് ഒന്നും ചെയ്യേണ്ട. നോർമലി നമുക്ക് ചെയ്യാൻ കഴിയുന്ന, നമുക്ക് ചെറിയൊരു കിതപ്പ് വരുന്ന രീതിക്ക് വാക്കിംഗ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.